സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കനക്കുകയാണ്. നമ്മൾ കുറച്ചു മുൻപ് 10 മണി വാർത്തയിൽ കണ്ടതാണ് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധം. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ദുലേഖ രേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഇന്ദു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഗതിയിലാണോ? ശരിയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇപ്പോൾ സംഘർഷാവസ്ഥയിൽ കടക്കുകയാണ്. ഇവിടെ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കയ്യാങ്കളിയിലേക്കും കടക്കുന്നുണ്ട്. സമാധാനപ്പെടുത്താൻ പോലീസ് ആവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകരാകെ അക്രമാസക്തരായിട്ടാണ് ഉള്ളത്. വലിയ രീതിയിലേക്ക് സംഘർഷം പോവുകയാണ്. പ്രവർത്തകർ നേരെ പോലീസ് ലാത്തി വീശുന്നുണ്ട്. ഒരു സെക്കൻഡ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകർ വല്ലാതെ അക്രമാസക്തരാവുകയാണ്. പോലീസ് ലാത്തി വീശി സാരമായി പരിക്കേറ്റ പ്രവർത്തകരെ മറ്റു പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിലേക്ക് വ്യാപകമായി പ്രതിഷേധം കനക്കുകയാണ്.
തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് അനീഷ് ചെമ്പഴന്തിക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട്ട് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്. ടി സിദ്ദിഖ് അടക്കമുള്ളവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അതേസമയം ഷാഫി പറമ്പിൽ MLA-യുടെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായി, ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരവും, ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ അറിയിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും വരുന്നുണ്ട്. എല്ലായിടത്തും തലസ്ഥാനത്തും കോഴിക്കോടും ഒരേ സമയം പ്രതിഷേധം തുടരുകയാണ്. ആ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് കണ്ടത്.